നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അല്ല, സീസൺ കഴിയാനായല്ലോ. ഇത്തവണ ആര് കൊണ്ടുപോയിടൂ ബാലൻഡിയോർ? വേൾഡ് കപ്പ് ഉണ്ട്, എന്നാലും സീസൺ അവസാനിക്കുമ്പോൾ ഏതാണ്ടൊരു സൂചനയൊക്കെ നമുക്ക് കിട്ടും ആർക്കാണ് ഇതിപ്പോൾ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ നോക്കുകയാണ് 20 പേരുടെ ഒരു പവർ റാങ്കിങ്, ഏറ്റവും പുതിയ പവർ റാങ്കിങ് goal.com അവതരിപ്പിക്കുമ്പോൾ ഈ 20ാം സ്ഥാനത്ത് ഹൂലിയൻ അൽവാരസ് ആണ്. അൽവാരസ് നമുക്കറിയാലോ, വേൾഡ് കപ്പിൽ അർജൻറ്റീനക്കൊപ്പം കളിക്കാനുണ്ടേ. അവിടെ പോയി അങ്ങ് പൊളിച്ചടുക്കിയിട്ട് അവസാനം ഇതും കൊണ്ട് പോകുമെന്നും നമുക്ക് പറയാൻ പറ്റൂല. 2022 വേൾഡ് കപ്പിന് ശേഷമൊക്കെ നമ്മൾ കണ്ടില്ല, അത് പൊളിച്ചടുക്കി ആ സീസൺ മുഴുവൻ കളിച്ച ഹാലൻഡ് ആരായി? കാരണം മെസ്സി വേൾഡ് കപ്പ് പൊളിച്ചടുക്കി, വേൾഡ് കപ്പിനേക്കാളും മേലെ ഒന്നുമില്ലല്ലോ എന്നും പറഞ്ഞത് അങ്ങ് കൊടുത്തു. പിന്നെ അതിൻ്റെ അടുത്ത തവണ ഫിഫ ബെസ്റ്റ് കൊടുക്കുമ്പോഴും അത് തന്നെ ഫിഫ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കാം. അപ്പം അതുകൊണ്ട് വേൾഡ് കപ്പ് ഇയറിൽ നമുക്ക് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റൂല. ഇപ്പോൾ ഏതായാലും 20ാം സ്ഥാനത്ത് ഹൂലിയൻ അൽവാരസ് ആണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൂലിയൻ അൽവാരസ്, അർജൻറ്റീനയുടെ ഹൂലിയൻ അൽവാരസ്. 21 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ. പിന്നെന്താണെന്ന് വെച്ചാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പോയതിന് ശേഷം മൂപ്പര് കിരീടം കണ്ടിട്ടില്ല. അതിൻ്റെ മുമ്പൊക്കെ എല്ലാം വാരിക്കൂട്ടിയ ആളാണ്. ആ ക്ലബ്ബ് വിടുന്നാവും ഓന് കപ്പ് കിട്ടണമെങ്കിൽ നല്ലതെന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ. എന്തായാലും ഈ ട്രാൻസ്ഫർ വിൻഡോക്ക് ശേഷം എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. 20ാമത് ഹൂലിയൻ അൽവാരസ് ആണെങ്കിൽ 19ാമത് പെഡ്രിയാണ്, ബാഴ്സലോണയുടെ പെഡ്രി. ഈ പെഡ്രിനെ പറ്റി പറയുമ്പോൾ പലർക്കും മിഡ്ഫീൽഡിലെ മാന്ത്രികത, കളി അങ്ങനെ നിയന്ത്രിക്കുന്ന ഇതൊക്കെയാണ്. പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. 4 ഗോളും 11 അസിസ്റ്റുമാണുള്ളത്. സൂപ്പർ കോപ്പ ഡി എസ്പാന നേടിയിട്ടുമുണ്ട്. 19ാമത് പെഡ്രി. ഇനിയിപ്പോൾ വേൾഡ് കപ്പ് നേടാണ്ട് എന്നാണ് സ്പെയിനിൻ്റെ ആരാധകരൊക്കെ പറയണത്. നോക്കാം നമുക്ക്. ലൗറ്ററോ മാർട്ടിനസ് ഇൻ്റർ മിലാൻ്റെ ക്യാപ്റ്റനാളാണ്. പക്ഷെ പരിക്ക് ഈ സീസണിൽ വല്ലാതെ മൂപ്പരെ കുഴക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവിടെ സീരിയയിൽ കിരീടം നേടിയതിൽ പ്രധാനപ്പെട്ട ഒരു റോളൊക്കെ വഹിച്ചിട്ടുമുണ്ട്. 24 ഗോൾ അടിച്ചിട്ടുണ്ട്, 7 അസിസ്റ്റ് ഉണ്ട്, സീരിയ ഇപ്പോൾ നേടിയിട്ടുണ്ട്. അപ്പോൾ വേൾഡ് കപ്പും കൂടി നേടിയാൽ എന്നാൽ പിന്നെ ഇതാണ് കൊടുക്കാമല്ലോ. ഏതായാലും എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. 18ാമതാണ് ലൗട്രോ ഉള്ളതെങ്കിൽ 17ാമതാണ് ബുക്കായോ സാക്ക. പരിക്കൊരു പ്രശ്നമായിരുന്നു അവനക്കും, പക്ഷെ അതൊക്കെ മാറിയിട്ടുണ്ട്. വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനൊപ്പം പൊളിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആഴ്സണൽ ആയതുകൊണ്ട് നമുക്കണ്ട് ഉറപ്പിച്ച് പറയാനും പറ്റൂല കപ്പ് കൊണ്ടുപോകുന്നത്. പക്ഷേ കപ്പിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലാണ്, പ്രീമിയർ ലീഗിൽ 1ാമതാണ്. സാധ്യതയുണ്ട്, ആ കപ്പൊക്കെ അവനക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 13 ഗോളും 9 അസിസ്റ്റുമാണ് സാക്കൻ്റെ പേരിലുള്ളത്. 16ാമത് വിനി ജൂനിയറാണ്. ആര്? റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം വിനി ജൂനിയർ. എംബപ്പ ഇല്ലെങ്കിൽ ഓന് വേറെ ലെവൽ കളിയാണ്. പക്ഷെ എംബപ്പ ഉണ്ടാകുമ്പോൾ എന്തോ അങ്ങോട്ട് ആവണില്ല എന്നൊരു അഭിപ്രായം എല്ലാവർക്കും ഇപ്പം ഉണ്ട്. എന്നാൽ പോലും 22 ഗോളും 14 അസിസ്റ്റും ഒക്കെ ആയിട്ട് നന്നായി കളിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ട്രോഫിലെസ്. പിന്നെ അടിപിടിയാണ് അവിടെ, ആകെ മൊത്തം അടിപിടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടി 22 ഗോളും 14 അസിസ്റ്റും അടിച്ചല്ലോ, അതന്നെ വലിയ കാര്യം. ഏതായാലും 16ാമത് വിനി ജൂനിയർ, 15ാമത് റാഫീഞ്ഞ. പരിക്കാണ്, മാറി വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ടോപ്പ് 3 പോലും ഞാൻ വന്നില്ലോന്നും പറഞ്ഞാണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റും. ഈ പ്രാവശ്യം വേൾഡ് കപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പറ്റുമോ? ആഞ്ചലോട്ടിയാണ് അവിടെ കോച്ചേ. നന്നായി കളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കും, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ ബാഴ്സലോണ ആയതുകൊണ്ട് ലാ ലീഗിൽ കപ്പെടുക്കും. സൂപ്പർ കോപ്പ ഡി എസ്പാന ഓൾറെഡി നേടിയിട്ടുണ്ട്. 19 ഗോളും 8 അസിസ്റ്റും പേരിലുണ്ട്. സോ റാഫീഞ്ഞ അങ്ങനെ നിൽക്കുകയാണ്. ഇത്തവണയും ബാലൻഡിയോർ കണ്ടൻഡറായിട്ട്. 14ാമത് ബ്രൂണോ ഫെർണാണ്ടസ്. വാവ്, എമ്മാതിരി കളിയാണ് ഓൻ കളിച്ചിട്ടുള്ളത് അല്ലേ. 3ാം സ്ഥാനത്തേക്ക് എത്തി പ്രീമിയർ ലീഗിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതൊക്കെ പറയുമ്പോൾ പഴയ മാഞ്ചസ്റ്റർ ആരാധകർക്ക് ഒരു രോമാഞ്ചാണ്. ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട റോള് ബ്രൂണോ ഫെർണാണ്ടസ് വഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കപ്പ് നമ്മളെ ക്രിസ്ത്യാനൊക്കെ അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറ്റിയാൽ ഇതിനേക്കാളും വലിയ വേറെ ഒന്നും ഇല്ലേനും. വേൾഡ് കപ്പേ എവിടെ നടക്കുമെന്നുള്ളത് കണ്ടറിയണം. എന്തായാലും 11 ഗോൾ 23 അസിസ്റ്റും ഉണ്ട്, പൊളിച്ചടുക്കിയിട്ടുണ്ട്. 14ാം സ്ഥാനത്ത് ബ്രൂണോ ഫെർണാണ്ടസ്.
13 ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല. പിന്നെ എന്താ ഇത് 10-41 വയസ്സായെന്ന് വിചാരിച്ചാൽ അതൊന്നൊരു പ്രശ്നമല്ല. ഗോൾ ഇങ്ങനെ അടിച്ചു കൂട്ടില്ലേ. അപ്പോൾ പിന്നെ ഇത്തവണയും കപ്പ് ബാലൻഡിയോർ ഇട്ടങ്ങ് പോയാൽ അത്ഭുതപ്പെടുന്നു വേണ്ട. ഇതിപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗ് 2 നേടിൻ്റെ തൊട്ടരികിലാണ്. ഫൈനലാണേ. പ്രോ ലീഗിൽ ഒന്നാമതാണ്. 100 ഗോളുകൾ പ്രോ ലീഗിൽ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 41 വയസ്സായാലും ഗോൾ അടിക്കണതിൽ ഒരു കുറവുമില്ല. വേൾഡ് കപ്പിന് പോകുമ്പോൾ പോർച്ചുഗലിൻ്റെ പ്രധാനപ്പെട്ട ഗോളടിക്കാരൻ അത് നമ്മളെ ക്രിസ്ത്യാനോനായിരിക്കും. അങ്ങനെയാണ് കോച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 32 ഗോളാണ് അടിച്ചിട്ടുള്ളത് ഈ സീസണിൽ. 6 അസിസ്റ്റും ഉണ്ട്. വേൾഡ് കപ്പൊക്കെ അങ്ങോട്ട് പൊക്കിയിട്ട് റിട്ടയർമെൻ്റ് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എൻ്റെ അങ്ങനെ ഓർക്കുമ്പോഴേക്കും ക്രിസ്ത്യാനോ ഫാൻസിന് വേറെ ലെവൽ ആവേശമാണ്. അതെങ്ങാനും പൊക്കിയാൽ കൊടുക്കേണ്ടി വരും ബാലൻഡിയോർ, ഒരു സംശയമില്ല. എന്നാലും മറ്റേ 9 എണ്ണത്തേക്കൊന്നും എത്തൂല, 8, 9 അങ്ങനൊന്നും എത്തൂല. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ 41 വയസ്സിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ അഭിമാനമല്ലേ. ഏത് നോക്കാം, നമുക്ക് ചിലപ്പോൾ കിട്ടിയാൽ നിങ്ങൾ അത്ഭുതപ്പെടും ചെയ്യരുത് കേട്ടോ. അതിനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ മറ്റാളോട് തന്നെ ഉണ്ട് 12ാമത് ആര്? ലയണൽ മെസ്സി. ലിയോ മെസ്സി 20 അസിസ്റ്റും 32 ഗോളും MLS കപ്പ് നേടിയിട്ടുണ്ട്. MLS സീസൺ വേറെ സൈസാണ്. ഇപ്പോൾ ഈ ഫെബ്രുവരി തുടങ്ങിയ. പക്ഷേ ബാലൻഡിയോർ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഓഗസ്റ്റ് മുതലൊക്കെ എടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ MLS കപ്പ് നേടിയെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ ആയതുകൊണ്ട് ഗോളിനൊന്നും ഒരു ക്ഷാമമില്ല. മെസ്സി ഇറങ്ങിയ പിന്നെ ഗോളാണ്. അപ്പോൾ അതുകൊണ്ട് ഗോളിൻ്റെ എണ്ണമൊക്കെ അവിടെ നോട്ടെ, ഗോളും അസിസ്റ്റൊക്കെ. പക്ഷേ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് കൊണ്ടുപോയില്ലേ, കുറേ പെനാൽറ്റി ഒക്കെ അടിച്ചെന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ വിവാദമൊക്കെ പറഞ്ഞു. അപ്പോൾ ആരും പോലെ അങ്ങനെ പറയും, അതിന് കാര്യമൊന്നുമില്ല. പെനാൽറ്റി എന്താ കളിയിലുള്ളല്ലേ, റഫറി കൊടുത്തിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് പെനാൽറ്റിയും പറഞ്ഞൊന്നും ആരും പറഞ്ഞു. പണ്ട് മൂപ്പൊരു പെനാൽറ്റി അടിച്ചാൻ പോകുമ്പോൾ ഗോളാവൂല എന്നും പറഞ്ഞ് കളിയാക്കില്ല. ഇപ്പോൾ പെനാൽറ്റി അടിച്ചപ്പോഴാണ് കുഴപ്പം. അപ്പോൾ പെനാൽറ്റി ഒക്കെ അടിച്ചു, ഇഞ്ഞും കിട്ടി, ഇഞ്ഞും അടിച്ചു. അങ്ങനെ തന്നെ ആ വേൾഡ് കപ്പ് ആണെങ്കിലും അടിക്കും അല്ല പിന്നെ. അപ്പോൾ അതുകൊണ്ട് കളി നടക്കുന്ന USA മെസ്സിക്ക് നല്ല പരിചയമുള്ള സ്ഥലത്ത്. ഒന്നും കൂടി വേൾഡ് കപ്പ് പൊക്കാനൊക്കെ മോഹമുണ്ട്. കഴിഞ്ഞ തവണ അത് പൊക്കിയോടുകൂടി അതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ പോയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അത് പൊക്കിയാൽ മറ്റവും കൊടുക്കേണ്ടി വരും. ഏത് സ്വർണത്തിൻ്റെ ആ സാധനം, ബാലൻഡിയോർ എന്ന് പറഞ്ഞാൽ തന്നെ സ്വർണ്ണപ്പന്ത് എന്നാണ്. പിന്നെ മെസ്സിക്കല്ലാതെ ആർക്കാ കൊടുക്കുക? പ്രാവശ്യം വേൾഡ് കപ്പ്, കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് എടുത്തിൻ്റെ പേരിൽ നമ്മൾ എത്ര ആണ് കൊടുത്തിട്ടുണ്ട്? അപ്പം ഇനിയും കൊടുക്കും, അത്ര തന്നെ ഉള്ളൂ. 12ാമത് ലയണൽ മെസ്സി. 11 ഗബ്രിയൽ മെഗല്ലസ്. ആര്? ബ്രസീലിൻ്റെ ഡിഫൻഡർ, ആഴ്സണലിൻ്റെ ഡിഫൻഡർ. കഴിഞ്ഞ ഹാലൻഡിനായിട്ട് കച്ച ഉണ്ടാക്കാൻ പോയില്ലേ, കിട്ടായിരുന്ന ഭാഗ്യം. പക്ഷെ ആൾ ഉഷാറാണ് ഡിഫൻസിലേ. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ ചിലപ്പം കപ്പുണ്ടാവും. വേൾഡ് കപ്പ് കൂടിയാണ് കൊണ്ടുപോയാലോ? ആര്? ബ്രസീലോ? ആകെ പൊട്ടി തകർന്നിക്കണേ. പക്ഷെ അവിടെ ആഞ്ചലോട്ടിയാണേ. അത് നിങ്ങൾ മറക്കണ്ട, അത് മറന്നിട്ടുള്ള വർത്താനൊന്നും വേണ്ട. അപ്പോൾ ഗബ്രിയൽ മഗല്ലസും മാർക്കിഞ്ഞോസും കൂടി ഒരു സഖ്യം ഉണ്ടാക്കിയാൽ പിന്നെ അതിനെ മറികടന്ന് ഗോളടിച്ചാനൊക്കെ ഒത്തിരി പണി പേടും. ഇപ്പം 4 ഗോളും 5 അസിസ്റ്റും അതൊന്നും നോക്കണ്ടായില്ല. കാരണം ഡിഫൻഡറാണ്, സെൻറ്റർ ബാക്കാണ്. ക്ലീൻ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കി 27 ക്ലീൻ ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിലുണ്ട്. 11ാമതുണ്ട്, മുതലുണ്ട്. 10ാമത് ലൂയിസ് ഡയസ്. ഓൻ ആ ബയൺ മ്യൂണിക്ക് പോയതിന് ശേഷം പിന്നെ എന്തോ പറ്റിയ പോലെ കളി, അടിയാണ് ഗോൾ. വേൾഡ് കപ്പിൽ ഓനെ പ്രതീക്ഷ നിൽക്കുന്നുണ്ട് ടീമുകൾ. ലാറ്റിൻ അമേരിക്കൻ ടീം കപ്പ് കൊണ്ടുപോകുമ്പോൾ ഇനിയിപ്പോൾ ആരും കൊണ്ടുപോകാത്ത ഓൻ്റെ ടീം കൊണ്ടുപോകത്താണ് പറയാൻ പറ്റില്ല. ബയൺ മ്യൂണിക്കിൽ ഏതായാലും പൊളിച്ചെടുക്കുന്നുണ്ട്. സംഭവം തോറ്റ് ചാമ്പ്യൻസ് ലീഗിൽ എന്നൊക്കെ പറഞ്ഞാലും DFL സൂപ്പർ കപ്പും ബൂണ്ടസ് ലീഗൊക്കെ നേടിയിട്ടുണ്ട്. 28 ഗോളുണ്ട്, 23 അസിസ്റ്റ് ഉണ്ട്. 10ാമതാണ് ലൂയിസ് ഡയസ്. 9ാമത് വിറ്റിഞ്ഞ വലിയ പാസിംഗ് മാസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതിനെ മൂപ്പർ തന്നെ വീണ്ടും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് പോയിട്ടുണ്ട്. അല്ലപ്പോൾ ഈ കളി വേൾഡ് കപ്പിൽ എടുക്കുമോ? എടുത്താൽ നമ്മളെ 41 വയസ്സുകാരനെ കപ്പിട്ട് പോയിന്ന് എടുത്താൽ മതിയായിരുന്നു. ഏതായാലും 7 ഗോളും 10 അസിസ്റ്റും ഉണ്ട്. ട്രോഫി ഡസ് ചാമ്പ്യൻസിൽ മുത്തട്ടിട്ടുണ്ട്.
അതായത് കപ്പ് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. സൂപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. ഏത്? യുവേഫ സൂപ്പർ കപ്പ്. ഫിഫ ഇൻ്റർ കോണ്ടിനൽ കപ്പ്, നമ്മളെ പഴയ വേൾഡ് കപ്പിൻ്റെ പേര് മാറ്റിയാണ്ട് ഇപ്പോൾ ഫിഫ ഇൻ്റർ കോണ്ടിനൽ കപ്പാക്കിയാണ്. അപ്പോൾ അതും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ 9ാമതാണ് വിറ്റീഞ്ഞ. 8ാമത് ഏർലിംഗ് ഹാലൻഡ്. സീസണിൽ കുറച്ചൊന്ന് മെഷീൻ എവിടെയൊക്കെ ഒന്ന് ഓഫായി പോയി തോന്നി. പക്ഷെ എങ്ങനെ ഓഫായാലും ഗോള് 10-49 ഒരു അസിസ്റ്റും ഉണ്ട്. കർബാവോ കപ്പ് നേടിയിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ഒന്ന് മുട്ടി വെക്കാം അല്ലേ? ആഴ്സണലായിട്ട് കിരീടത്തിന് ചെറിയ ഡിഫറൻസ് ഇപ്പം ഉണ്ട്. ഏതായാലും വേൾഡ് കപ്പിൽ ഇപ്പോൾ മൂപ്പര ടീം കപ്പടിക്കുന്നൊന്നും ആരും കരുതുന്നുണ്ടാവില്ല. നോർവേനായിട്ടൊക്കെ വന്നിട്ട്. പക്ഷെ നോർവേനെ 1998 ശേഷം ആദ്യമായിട്ട് വേൾഡ് കപ്പ് എത്തിച്ചില്ല. അതന്നെ വലിയ കാര്യമില്ലേ? അപ്പോൾ ഏർലിംഗ് ഹാലൻഡ് 8ാമത്. 7ാമതോ കിച്ച കവാറഡ്സ്കേലിയ. എന്തൊരു കളിയാണ്! ഓ, അതിപ്പോൾ 1ാമത്തെ മിനിറ്റ് ആണെങ്കിലും 90ാമത്തെ മിനിറ്റ് ആണെങ്കിലും ഒരു കുറവുമില്ലാത്ത തരത്തിൽ മണ്ടിപ്പാൻ ഞാൻ കളിച്ചു. അതാണ് കിച്ച കവാറഡ്സ്കേലിയ. സംഭവം ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ കപ്പ് കൊണ്ടുപോയി, യുവേഫ സൂപ്പർ കപ്പിൽ കപ്പ് കൊണ്ടുപോയി, ഇൻ്റർ കോണ്ടിനൽ കപ്പ് കൊണ്ടുപോയി. ഇപ്പോൾ ലീഗ് കൊണ്ട് തവണ കൊണ്ടുപോകും. ചാമ്പ്യൻസ് ലീഗ് ഫൈനലുണ്ട്. 21 ഗോളും 10 അസിസ്റ്റും ഉണ്ട്. പക്ഷേ വേൾഡ് കപ്പ് ഇല്ല കേട്ടോ, അതൊരു നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് 7ാമത് അവിടെ നോട്ടെ. 6ാമത് കിലിയൻ എംബാപ്പെ. ഈ മനുഷ്യനെ പറ്റി പറയുമ്പോഴാണ്, അതായത് ഈ പണ്ട് ഇതേപോലൊരു അവസ്ഥ ഉണ്ടായത് മൈക്കൽ ഓവൻ ആയിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ലിവർപൂളിൽ നിൽക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗൊന്നും ഇല്ല. ചാമ്പ്യൻസ് ലീഗ് ഇല്ലാതെ എടുക്കാൻ വേണ്ടി റയൽ മാഡ്രിഡിലേക്ക് മൂപ്പര് പോയി. ആ കൊല്ലം തന്നെ ലിവർപൂൾ അവിടെ ചാമ്പ്യൻസ് ലീഗ് കൊണ്ടുപോയി. അതപ്പോൾ അവസ്ഥ എംബാപ്പേൻ്റെ. PSG കുറേ കളിച്ചു നോക്കി, എല്ലാം കിട്ടി, ചാമ്പ്യൻസ് ലീഗ് ഇല്ല. എന്നാൽ പിന്നെ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ എന്നും പറഞ്ഞാണ്ട് മാഡ്രിഡിക്ക് വണ്ടി കയറി. എന്തുണ്ടായത്? മാഡ്രിഡ് അതോടുകൂടിയാ ഞാനൊന്നും പറയുന്നില്ല, അല്ലാത്ത അവസ്ഥയായിപ്പോയി. ഇപ്പോൾ പേരും തല്ലാണല്ലോ അവിടെ. ഏതായാലും PSG ആണെങ്കിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് നേടി, അടുത്ത ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലും എത്തി. 2ാമത്തെ ട്രോഫിയിലെ സീസണാണ് റയൽ മാഡ്രിഡിന് സമ്മാനിച്ചിട്ടുള്ളത്. 47 ഗോളും 9 അസിസ്റ്റും ഉണ്ട്. അത് മറക്കണ്ടേ. ഗോൾ അടിക്കാനൊക്കെ എംബാപ്പെ തന്നെ വേണം. 6ാമതാണ് എംബാപ്പെ. ഇനിയിപ്പോൾ ഫ്രാൻസിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് ഇത്തവണ വേൾഡ് കപ്പിന് പോകുന്നത്. 2018 വേൾഡ് കപ്പ് വിടുമ്പോൾ കുട്ടിയാ. 2022 വേൾഡ് കപ്പ് ഫൈനൽ തോറ്റപ്പോൾ ഫൈനൽ ഹാട്രിക്കാ. അതുകൊണ്ട് അമ്മ അരി കളിയാക്കലൊന്നും വേണ്ട, മനം കവർന്നിട്ടുണ്ട്. തവണ കപ്പും കവരുമോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കിക്കോളി. നല്ല ടീമുണ്ട് അവിടെ. ഒലീസൊക്കെ ആടോ. ഒലീസ് 5ാമത്. ബയൺ മ്യൂണിക്കിൻ്റെ ഒലീസ് 5ാമത്. 22 ഗോളും 32 അസിസ്റ്റും. ഈ സീസണിൽ ഒലീസയോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മറ്റൊരു ബയൺ മ്യൂണിക്ക് താരമുണ്ടോ? അതെന്ത് വർത്താനം? ആയിരിക്കും ഗോൾ അടിച്ച് കൂട്ടിയിട്ട് ചെയ്തു. അത് ശരിയാണ്. എന്നാൽ പോലും ഒലീസ കളിച്ച കളി അത് വേറെ ലെവലായതുകൊണ്ട് 5ാമത് കിടക്കുന്നു. 32 ഗോള്, 22 ഗോള്, 32 അസിസ്റ്റ്. ബൂണ്ടസ് ലീഗയിലും DFL സൂപ്പർ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. ഡെക്ലാൻ റൈസ് ആഴ്സണലിൻ്റെ ഏത് 6 ഗോളും 13 അസിസ്റ്റും ഒക്കെ ഉള്ളൂ. പക്ഷേ ആഴ്സണലിൻ്റെ കുതിപ്പിൽ വല്ലാത്തൊരു റോളുണ്ട്. ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് എങ്ങനെ നേടുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഡെക്ലാൻ റൈസ് 4ാമത്. 3ാമത് ഒസ്മാൻ ഡംബലെ. വല്ലാത്ത കളി കേട്ടോ. കാരണം എന്താ വെച്ചാൽ മെസ്സി, നെയ്മർ, അതങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. വലത്ത് മെസ്സി, ഇടത്ത് നെയ്മർ, നടുവിൽ എംബാപ്പെ. അങ്ങനെ കളിച്ചിരുന്ന ഒരു ടീമില്ലേ, ഒന്നും നേടിയില്ല. അവർക്ക് പറ്റാത്ത ഒറ്റയ്ക്ക് വേറെ ഡംബലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഒരു ചാമ്പ്യൻസ് ലീഗ് കൊണ്ടുപോയി, 2ാമത്തെ ഫൈനലിലും എത്തി. സീസണിൽ പരിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട സമയത്തൊക്കെ ആൾ ഉസാറായി. 19 ഗോളും 11 അസിസ്റ്റും ഉണ്ട്. ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടിട്ടുണ്ട്. സൂപ്പർ കപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ഇൻ്റർ കോണ്ടിനൽ കപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഒന്നുകൂടിയാണ് കൊണ്ടുപോയി കളിത്ര ഇതൊക്കെ കൊണ്ടുപോയതല്ലേ. പിന്നെ ഈ പറഞ്ഞ എംബാപ്പെ, ഒലീസി ഒക്കെ ഉള്ള ടീമിലാണ് വേൾഡ് കപ്പ് കളിച്ചാൻ വേണ്ടി പോണത്. ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ കൊണ്ടുപോയ പോലത്തെ തവണ ബാലൻ ഡി ഓർ കൊണ്ടുപോയാൽ ഞെട്ടണ്ട. 3ാമതുണ്ട് എംബാപ്പെ. ഡംബലെ, എംബാപ്പെ അല്ല കേട്ടോ, ഡംബലെ. 2ാമത് ലാമിനെ യമാൽ. പരിക്കൊരു പ്രശ്നമായി അല്ലേ? അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു സാധ്യത ഉണ്ടായിരുന്നു.
ചാമ്പ്യൻസ് ലീഗ് പുറത്തായി ശരിയാ, പക്ഷെ ലാ ലീഗ് ഇപ്പം എന്തായാലും കൊണ്ടുപോകും. പരിക്ക് മാറും, വേൾഡ് കപ്പ് കളിക്കുന്നൊക്കെയാണ് പറയണത്. ഈ ബുക്ക് മേക്കേഴ്സിൻ്റെ ബാലൻഡിയോർ ഫേവറേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഒന്നാമത് യമാലാണ്. പക്ഷെ ഇവിടെ നമ്മൾ രണ്ടാമത് കൊടുക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട്. കാരണം അമ്മാരി കളി മറ്റേ ഹാരി കെയിൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ യമാലിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. യമാൽ വേൾഡ് കപ്പ് നന്നായി കളിച്ചാൽ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോയാലേ ബാലൻഡിയോറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലൻഡിയോർ വിന്നറാവും. അപ്പോൾ മെസ്സി പറഞ്ഞ വെറുതല്ല. ഇപ്പോഴത്തെ ജനറേഷനിൽ ലാമിനെക്കാളും വലിയൊരു കളിക്കാരനില്ല മെസ്സി പറഞ്ഞ. പിന്നെ ഈ പുതിയ ജനറേഷനിൽ ആരെങ്കിലും ഇന്ന് ഓർമ്മിപ്പിക്കുന്ന കളി കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാമിനാണ്, മെസ്സിൻ്റെ വാക്കാ. അപ്പം അതുകൊണ്ട് മെസ്സിനെ പോലെ ബാലൻഡിയോർ എല്ലാം കൂടി വാരിക്കൂട്ടി കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത് യമാൽ, ഒന്നാമത് ഹാരി കെയിനാണ്. അതിന് അങ്ങനെയല്ലേ, അങ്ങനെ തുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രീമിയർ ലീഗിൽ നിന്ന് അങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ അടിയോടടി ഗോളടിയോടടിയാണ്. ഈ സീസണിൽ 59-60 ഗോളായി, 7 അസിസ്റ്റ് ഉണ്ട്. ബൂണ്ടസ് ലീഗിൽ മുത്തിട്ടിട്ടുണ്ട്, DFL സൂപ്പർ കപ്പിൽ മുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഗോളടിച്ചേ പറ്റൂ ഹാരി കെയിൻ. എല്ലാ കൊല്ലം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇംഗ്ലണ്ട് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല എന്നുള്ളതാണ്. വേൾഡ് കപ്പ് നേടിയാൽ ഇത്തവണ എന്തായാലും ബാലൻഡിയോർ ഹാരി കെയിൻ കൊണ്ടുപോകും. അപ്പോൾ ഒന്നാമത് ഹാരി കെയിൻ. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിലൊക്കെ പല അതിനോട് അഭിപ്രായം ഉണ്ടാവും, അഭിപ്രായക്കേടും ഉണ്ടാവും. ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സ് വന്നിട്ടാണ് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.